ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. മുഖത്തൊക്കെ സ്ക്രാച്ചൊക്കെ വന്നു വീണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കസിൻ്റെ ഹൽദി പരിപാടിയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് മേക്കപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡോട്ടാങ്കിയുടെ ഒരു സിറമാണ് യൂസ് ചെയ്യണത്. പിന്നെ വോയിസ് ഓവർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ബാക്കിലെ വോയിസ് കാരണമാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഇതിലും കുറച്ച് ഡിസ്റ്റർബൻസൊക്കെ കാണും, എന്നാലും ക്ഷമിക്കണം. കുറേ നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സിറം നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. എന്നിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്കിന്ന്. കാരണം എൻ്റെ സ്കിന്നിൽ കുറച്ച് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഞാൻ ഒരു ക്രീമാണ് ഉപയോഗിക്കുന്നത്. എത്ര പ്രൈസാണെന്നൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതാണ്. അപ്പോൾ നന്നായിട്ട് ക്രീമും നല്ല രീതിക്ക് ഇതാണ് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ. ഇങ്ങനെയാണ് കേട്ടോ. ഒന്ന് ഫാനൊക്കെ വെച്ച് ഒന്ന് ക്രീമും സിറമൊക്കെ സെറ്റാക്കി. പിന്നെ ഇത് വന്നിട്ട് ഒരു കൺസീലറാണ്, നമ്മുടെ മുറിവും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാകാൻ. പിന്നെ ഫൗണ്ടേഷൻ ആദ്യം ഒരു പ്രൈമർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ആക്കുന്നത്. അങ്ങനെ ഫൗണ്ടേഷനൊക്കെ നന്നായിട്ട് നമ്മുടെ ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം വീണ്ടും കണ്ണിൻ്റെ അവിടെയൊക്കെ ഒന്ന് സെറ്റാകാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മിറർ വെച്ചൊന്ന് സെറ്റാക്കുകയാണ് ഫൗണ്ടേഷൻ. ഇതെൻ്റെ സ്കിന്നിൻ്റെ സെയിം കളർ ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിയ ലുലുന്ന് എന്തോ വാങ്ങിയതാണെന്ന് തോന്നുന്നു. അതിനുശേഷം എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഇതെൻ്റെ ഒരു മേക്കപ്പ് പാലറ്റാണ് കേട്ടോ. ഞാനിത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്, നമ്മുടെ ഫൗണ്ടേഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിന് മുമ്പ് ഞാനൊന്ന് ഐബ്രോ ഒന്ന് സെറ്റാക്കി. ഐബ്രോ സെറ്റായതിന് ശേഷം അത് ജെല്ല് വെച്ചിട്ടാണ്, ജെല്ലിൻ്റെ ഒരു കാജൽ വെച്ചിട്ടാണ് സെറ്റാക്കി. അതിന് ശേഷം ഒന്ന് മസ്കാരയൊക്കെ ഇട്ട് മസ്കാരല്ല, ഐലൈനർ വരച്ചു. പിന്നെ നമ്മുടെ ജെല്ലിൻ്റെ കരി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്, അതിട്ടു. പിന്നെ ഐ ഷാഡോ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഞാൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. മസ്കാര ഇട്ട് കൊടുത്തു. നന്നായിട്ട് നല്ല ഹെവി മേക്കപ്പ് തന്നെയാണ് ഇന്നിട്ട് കൊടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം നിൽക്കണം, അതുകൊണ്ട് ഞാനൊന്ന് ഹെവി ആയിട്ട് തന്നെ ഒന്ന് മേക്കപ്പ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഒരു ലിപ് ലൈനർ എടുത്തിട്ട് ഒരു മെറൂൺ പോലെ ഒരു ഷെയ്ഡ്, പിങ്ക് ആൻഡ് മെറൂൺ ഷെയ്ഡ്, അതിട്ട് നന്നായിട്ട് ലിപ്പ് മൊത്തം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ മാർസിൻ്റെ ഒരു ടിൻറ്റഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോഴത്തേക്ക് ടിൻറ്റഡാണ്, നമ്മുടെ ചുണ്ടുമായിട്ട് നല്ല സെറ്റായി പോകും. കുറച്ച് പട്ടിച്ചയൊക്കെ കാണിച്ച്, അത് വേറെ കാര്യം. അതിനുശേഷം ഞാനൊന്ന് സെറ്റിംഗ് സ്പ്രേ വെച്ച് സെറ്റാക്കുകയാണ്. അപ്പം മുഖത്ത് നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഗ്ലിറ്ററിൻ്റെ, അതായത് ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഗ്ലിറ്ററിൻ്റെ ഒരു സിറം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഒരു ഗ്ലോ വരും നമ്മുടെ ഫേസിൽ. പിന്നെ എന്തോ ഒരു കുറവുണ്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് പൊട്ടിൻ്റെ കുറവുണ്ട്, ഒരു പൊട്ടും കൂടെ വയ്ക്കാം. അങ്ങനെ ഒരു ചന്ദ്രകല രൂപത്തിലുള്ളൊരു പൊട്ടൊക്കെ വെച്ച് ഞാനൊന്ന് സ്വന്തമായിട്ട് തന്നെ എൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് നോക്കി. അപ്പം ഇനി നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരാം. അങ്ങനെ ഇതാണ് ഞാൻ ഇന്ന് ഹൽദിക്ക് ഇടാതിരിക്കുന്ന ഡ്രസ്സ്. നല്ല എല്ലാവരും ഇന്ന് യെല്ലോ കളർ ഡ്രസ്സാണ്. അങ്ങനെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഹെയറൊക്കെ ഒന്ന് കെട്ടി, കാരണം ആകെ കുറച്ച് മുടിയുള്ളൂ. ആ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇനി അമ്മ റെഡിയായോ നമുക്ക് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ അമ്മ ഇതാ റെഡിയായി ഇറങ്ങിയിരിക്കുന്നു. എൻ്റെ സുന്ദരി കുട്ടി ഇതാ റെഡിയായി ഇറങ്ങി ഞങ്ങളിതാ പോവാണ്. ഇത് ഞങ്ങളുടെ പഴയ വീട്ടിൻ്റെ വഴിയാണ് കേട്ടോ. നമ്മളിപ്പോൾ പഴയ വീട്ടിലാണുള്ളത്. പുതിയ വീട്ടിൽ പോയതിന് ശേഷം നല്ല അടിപൊളി സെറ്റ് വീഡിയോസ് ഞങ്ങൾ എടുക്കുക. അങ്ങനെ ഞാനും അമ്മയും കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ചിരിച്ചും കളിച്ചത് ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത്. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു, അതാണ് ബസ്സിൽ വീഡിയോ എടുക്കാൻ പറ്റാത്ത. പിന്നെ ഓട്ടോ കയറി ഞങ്ങളിതാ ഓട്ടോയിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇതാ കല്യാണ വീടെത്തി. ഇതാ ഹൽദിക്ക് എല്ലാവരും റെഡിയായിരിക്കുന്നു. ഇതെൻ്റെ വല്യമ്മ, എൻ്റെ ചേച്ചി, അമ്മ, എൻ്റെ ചേട്ടൻ്റെ കുട്ടി ചിന്തരി മോള്, എൻ്റെ ചേച്ചിയുടെ മോള്, അങ്ങനെ എല്ലാവരും ഉണ്ട്.
അങ്ങനെ എല്ലാവരും ഹൽദിക്ക് മഞ്ഞ കളറ് ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായി സൂപ്പറായി റെഡി ആയിരിക്കുന്നത്. ഇതെൻ്റെ ചേട്ടൻ്റെ രണ്ടാമത്തെ മോളാണ്, എൻ്റെ ചിന്തൽ കുഞ്ഞ്. അവളുടെ കുറച്ച് വീഡിയോസും എടുത്ത് അങ്ങനെ ചെക്കൻ വന്നു. ഇതാണ് ചെക്ക, കണ്ണാടി വെച്ച് പോകുന്നതാണ് ചെക്കൻ. പിന്നെ ചേട്ടൻ്റെ കുട്ടി കണ്ണാടിയൊക്കെ വെച്ചിരുന്നു. പിന്നെ അങ്ങനെ വീടെത്തി ഒരു വിധം. അങ്ങനെ നമ്മുടെ വീട് തീർന്നു. ബൈ സീ യു. ബും.